ജനുവരി 11 എറണാകുളം ടൗൺ ഹാളിൽ നമ്മുടെ രണ്ടാമത്തെ മേജർ പ്രോഗ്രാം നടക്കുകയാണ്. ജനുവരി 11 വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ രാത്രി 7 മണി വരെ പ്രമേഹവും അനുബന്ധ രോഗങ്ങളായ കൈകാൽ മരവിപ്പ്, കണ്ണിന്റെ കാഴ്ച കുറയൽ, വൃക്കയുടെ തകരാറ്, ലൈംഗിക ബലഹീനത, അത് തുടങ്ങി പ്രമേഹമുണ്ടാക്കുന്ന മരുന്നുകൾ, നിങ്ങൾ കഴിക്കുന്ന നിരവധി മരുന്നുകളാണ് 5-10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല പണ്ട് കഴിച്ച മരുന്നാണ് ഈ പ്രമേഹം നമുക്ക് സമ്മാനിച്ചതെന്ന്. അതുപോലെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേഹ മരുന്നുകളുടെ ആപത്തുകൾ എന്തൊക്കെയാണ് വരുംവരായികകൾ, എങ്ങനെയാണ് പ്രമേഹം മാറ്റിയെടുക്കേണ്ടത്, എങ്ങനെയാണ് പ്രമേഹം വരാതെ ജാഗ്രത പാലിക്കേണ്ടത്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാമാണ് ജനുവരി 11 എറണാകുളം ടൗൺ ഹാളിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഫെബ്രുവരി 26, 27, 28 പാലക്കാട് അകത്തേത്തറയിലുള്ള ശബരി ആശ്രമം, ഗാന്ധിജി 3 പ്രാവശ്യം വന്ന് കസ്തൂർബയുമൊപ്പം വന്ന് താമസിച്ച സ്ഥലം, അവിടെ വെച്ച് നമ്മുടെ 3 ദിവസത്തെ ക്യാമ്പ് നടക്കുന്നു. 30 പേർക്ക് മാത്രമാണ് പ്രവേശനം. ഇപ്പോൾ തന്നെ ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. കൂടുതലായിട്ടുള്ളവരെ മാർച്ചിൽ നടക്കുന്ന ക്യാമ്പിലേക്ക് പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിക്കും. പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. 9496044503. കഴിഞ്ഞ ദിവസം ഈന്തപ്പഴവും നട്ട്സും ഒക്കെ വിൽക്കുന്ന പുതിയ തരം ഫാഷൻ കടകളിലൊന്നിൽ കയറി അല്പം ഈന്തപ്പഴം വാങ്ങണമായിരുന്നു. അവിടെ 3-4 കുട്ടികളുമായി 1-2 ഫാമിലികൾ കയറി. കൊച്ചുകുട്ടികൾ അവരവിടെ ഓടി നടന്ന് ഓരോരോ സാധനങ്ങൾ എടുത്ത്, കുട്ടികൾക്ക് പോലും എടുക്കാവുന്ന രീതിയിലാണ് അവിടുത്തെ ഡിസ്പ്ലേ. എല്ലാം കാണണം, അതിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നാം ഇതെനിക്ക് വേണമല്ലോ, എന്നാ ഇരുന്നോട്ടെ. ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അതും ഇരുന്നോട്ടെ. മുമ്പെല്ലാം നമ്മൾ കാശ് എണ്ണി കൃത്യമായിട്ടുണ്ടെന്നൊക്കെ ഉറപ്പുവരുത്തി കാശിനനുസരിച്ച് സാധനങ്ങൾ വാങ്ങുന്നൊരു രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മളെല്ലാം സമ്പന്നരാണ്, വേണ്ടതെല്ലാം എടുക്കുന്നു. എടുത്തു കഴിഞ്ഞ് കൗണ്ടറിൽ വന്ന് അവർ നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന കാശ് കൊടുക്കുന്നു, തിരിച്ചു പോരുന്നു. ആ ഒരു വാങ്ങൽ ശൈലിയിൽ കുട്ടികൾ ഓരോന്നൊക്കെ വാങ്ങുന്നു, അവർക്ക് കാണുന്നത് താല്പര്യമുള്ളതൊക്കെ എടുക്കുന്നു. ഇതെടുത്തോട്ടെ അച്ഛ, ഇതെടുത്തോട്ടെ അമ്മേ, ഇതെടുത്തോട്ടെ ബാപ്പേ, എടുത്തോ എത്ര കുട്ടികളെടുത്ത് അവർ സന്തോഷത്തിലാകുന്നു, അത്രയും ജീവിതം ധന്യമാവുകയല്ലേ. അക്കൂട്ടത്തിൽ കുട്ടികൾ പെറുക്കിയെടുത്തൊരു സാധനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനതൊന്നെടുത്ത് മറിച്ച് നോക്കി. ആ എടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണെന്നും ഒരുവിധമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് കൂടിയാണ് ഞാൻ കുറച്ചുകൂടെ നോക്കിയത്. അപ്പോൾ ഈ സാധനം, ഇത് ഒരെണ്ണത്തിൻ്റെ പേരൊന്നും ഞാൻ അത്രയും അങ്ങോട്ട് എടുത്ത് പറയണില്ല. കാരണം ഇതുപോലെ പാക്കറ്റുകളിൽ വരുന്നതെല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ഭാഗം, കുറേ കാലമായി ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്ത് നോക്കാറില്ല. പക്ഷെ ഞാൻ ഒന്നുകൂടി എടുത്ത് നോക്കി, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആൽമണ്ട്സ്, ബദാമുണ്ട്, ഐസോമാൾട്ടുണ്ട്, ബട്ടർ, മാൾട്ടിറ്റോൾ, അത് INS 965 എന്നാണ് ബ്രാക്കറ്റിലിട്ട് കൊടുത്തിട്ടുള്ളത്. ഹൈഡ്രോജനേറ്റഡ് പാം കർണൽ ഓയിൽ, കൊക്ക സോളിഡ്സ്, എമൾസിഫയർ, അത് INS 322, ആൻഡ് സാൾട്ട്. കണ്ടെയ്ൻസ് ആഡഡ് നേച്ചർ ഐഡന്റിറ്റിക്കൽ ഫ്ലേവർ, ബ്രാക്കറ്റിൽ വാനില. അതിൻ്റെ താഴെ കുറച്ചുകൂടെ വലുതായിട്ട്, മറ്റത് ആളുകൾ അബദ്ധത്തിൽ പോലും വായിക്കരുത് എന്ന ഒരു നിർബന്ധത്തിലാണ് എഴുതിയിട്ടുള്ളത്. തീരെ പൊടിയാണ്. അല്പം കൂടെ വലുതായിട്ട് നോ ഷുഗർ ആഡഡ് ഇൻ ദ പ്രോഡക്റ്റ്. ഭയങ്കര മഹത്വമാണ്, ഗംഭീരമാണ്. ഷുഗർ, മധുരം പ്രത്യേകം ചേർത്തിട്ടില്ല. നോ ഷുഗർ ആഡഡ്. അപ്പോൾ ഈ ഐസോമാൾട്ട് എന്താണ്?
മാൾട്ടിറ്റോൾ എന്താണ്? അതൊക്കെ മധുരം തന്നെയാണ്. ഇതിനേക്കാൾ കൂടുതൽ കടുത്ത മധുരമാണ്, ഷുഗറിനേക്കാൾ കൂടുതൽ കടുത്തതാണ്. പക്ഷെ ഷുഗർ ചേർത്തിട്ടില്ല, സത്യമാണ്. ഓക്കെ. കണ്ടെയ്ൻസ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആൻഡ് ഫോർ കലോറി കോൺഷ്യസ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ്. സാധാ സ്വീറ്റ്നർ ആണെങ്കിൽ കലോറി ഉള്ളതുകൊണ്ട് നമുക്ക് അപകടം ഉണ്ടാകും. അതുകൊണ്ട് കലോറി ഇല്ലാത്ത ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സാണ് ഞങ്ങൾ ചേർത്തിട്ടുള്ളത്. നമ്മളോട് എന്തൊരു സ്നേഹം. നോട്ട് റെക്കമെൻഡഡ് ഫോർ ചിൽഡ്രൻ. നോട്ട് റെക്കമെൻഡഡ് ഫോർ ചിൽഡ്രൻ. പോളിയോൾസ് may have laxative effects. അലർജൻ ഇൻഫോർമേഷൻസ്. നട്ട്സ് അങ്ങനെയുള്ളതൊക്കെ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന ഒരു വാണിംഗ് കൂടിയുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് നോട്ട് റെക്കമെൻഡഡ് ഫോർ ചിൽഡ്രൻ എന്നിവരെഴുതിയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഇതൊന്നും നോക്കാതെ രക്ഷാകർത്താക്കൾ ഇത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്, കുട്ടികൾ വാങ്ങാൻ അനുവദിക്കുന്നത്, വാങ്ങി തിന്നാൻ അനുവദിക്കുന്നത്? പരമദയനീയമാണ് നമ്മുടെ രക്ഷാകർത്താക്കളുടെ രക്ഷാകർതൃപ്രവർത്തനം. ഇതിൽ ഇൻഗ്രീഡിയൻസായി ചേരുവകളായിട്ടുള്ള ഐസോമാൾട്ടും മാൾട്ടിറ്റോളും മധുരങ്ങളാണ്. പക്ഷെ ഇത് ചേർത്തിട്ടുള്ളത് നോ ഷുഗർ ആഡഡ് എന്നാണ്, വേറെ മധുരമൊന്നും ചേർത്തിട്ടില്ലെന്നാണ്. ഉടനെ നമ്മൾ ചാടി വീണ് വാങ്ങാൻ വേറൊന്നും വേണ്ട. അപ്പോൾ ഇന്ന് ഞാൻ ഈ മധുരങ്ങളെക്കുറിച്ച് അല്പം പറയാം. നമ്മെ ചതിക്കുന്ന പ്രയോഗങ്ങൾ, ചതിക്കുന്ന മധുരങ്ങൾ. നമ്മുടെ കടകളിൽ കിട്ടുന്ന എല്ലാത്തരം മധുര സാധനങ്ങളിലും മധുരം കൃത്രിമമാണ്, കൃത്രിമമായ മധുരമാണ് ചേർക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഷുഗർ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ചില ചതിക്കണികളുണ്ട്. അത് മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ ഭാവി തലമുറകളുടെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. കഴിയുന്നത്ര നിങ്ങളുടെ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അവരോട് സംസാരിക്കുകയും കൂടെ ചെയ്യണം. പാക്കറ്റ് ഭക്ഷണ സാധനങ്ങളിൽ മധുരം കൃത്രിമ മധുരമാണ്, അത് ഫാക്ടറി മധുരമാണ്. ഫാക്ടറി ഉൽപ്പന്നങ്ങളിൽ ഫാക്ടറി ഉൽപ്പന്നമായ മധുരം, ആ മധുരം ഭക്ഷണ സാധനങ്ങളെ കേടാകാൻ അങ്ങനെ അനുവദിക്കുന്ന ഒന്നല്ല. ശർക്കരയാണെങ്കിൽ, പഴങ്ങളുടെ മധുരമാണെങ്കിൽ ആ ഭക്ഷണ സാധനങ്ങൾ വേഗം കേടുപിടിക്കും. അപ്പോൾ കേടാവാതെ ഇരിക്കാൻ സഹായിക്കുന്നത് കൂടിയാണ് ഈ തരത്തിലുള്ള മധുരങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് കച്ചവടക്കാർക്ക്, ഭക്ഷണ വ്യാപാരികൾക്ക്, ഫാക്ടറി ഫുഡിന് ഇത് വളരെ താല്പര്യമുള്ളതാകുന്നത്. അത് നമ്മുടെ ഹോട്ടലുകൾ, ബേക്കറികൾ, അങ്ങനെ തുടങ്ങി മരുന്ന് കമ്പനികൾക്ക് വരെ ഈ മധുരത്തിൻ്റെ താല്പര്യമുള്ളവരാണ്, മധുരം ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന മിഠായി, കാൻഡി, ചോക്ലേറ്റ്, ഐസ്ക്രീം, കേക്ക്, കുക്കീസ്, ബ്രെഡ്, ബിസ്ക്കറ്റ്, ബണ്ണ്, പിന്നെ ഹലുവ തുടങ്ങിയിട്ടുള്ള, ജിലേബി തുടങ്ങിയിട്ടുള്ള അനേകങ്ങളായ ബേക്കറി ഐറ്റമുകൾ, ക്രീം, സോസ്, സോഡ, കോളകൾ, മദ്യം, പാക്കറ്റിൽ വരുന്ന ജ്യൂസുകൾ, ഇങ്ങനെ മധുരം ഞാൻ കഴിക്കില്ല, എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന ആളുകൾ പോലും മധുരമകത്താക്കുന്നു. ബ്രെഡ് കഴിക്കുന്നതിലൂടെ മറ്റു പല ആഹാര സാധനങ്ങളിലും പലപ്പോഴും മധുരവും ഉപ്പും കൂടെ പോലും ചേർത്ത് വിടുകയാണ്. പലതരത്തിലുള്ള കൃത്രിമ മധുരങ്ങളാണ് നമ്മുടെ ആഹാര വസ്തുക്കളിൽ ചേർക്കുന്നത്. നിങ്ങൾ വാങ്ങുന്ന ഭക്ഷണ സാധനങ്ങളിൽ പലതിൻ്റെയും പാക്കറ്റിന് മുകളിൽ നോൺ ന്യൂട്രിറ്റീവ് സ്വീറ്റ്നേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്നായിരിക്കും എഴുതുക.
അതുമല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി സ്വീറ്റ്നേഴ്സ് എന്നും എഴുതിയിട്ടുണ്ടാകും. എങ്കിൽ അതെല്ലാം താഴെ പറയുന്നതായിരിക്കും. സാക്കറിൻ, അസ്പർട്ടേം, സുക്രലോസ്, നിയോട്ടേം, അഡ്വാൻറ്റേം, സ്വീറ്റ് ആൻഡ് ഹെൽതി, ഷുഗർ ഫ്രീ ഗോൾഡ്, ഹെർമസെറ്റാസ്, PMW സോഡിയം സാക്കറിൻ, ട്രോപ്പിക്കാന സ്ലിം, ഷുഗർ ഫ്രീ നട്ടൂര, സ്റ്റീവിയാന, അങ്ങനെയുള്ള നിരവധി ബ്രാൻഡ് പേരുകളിൽ ഈ വക സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. സാധാരണ പഞ്ചസാരയുടെ 700 ഇരട്ടി വരെ മധുരമാണ് ഈ വിഷപദാർത്ഥങ്ങൾക്കുള്ളത്. വിഷപദാർത്ഥങ്ങൾ തന്നെ, ഒരു സംശയവും വേണ്ട. പക്ഷെ അത് അലീപ്പ് വളരെ നേർപ്പിച്ചു തരുന്നത് കൊണ്ട് നല്ല മധുരം കുറഞ്ഞ ചെലവിൽ. ഇതാണ് അവരുടെ ദുഷ്ടലാക്ക്. ഇതിൽ സ്റ്റീവിയ പോലുള്ളവയെല്ലാം സസ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നതാണ്. അപ്പൊ നമുക്കൊരു ധാരണ വരുമോ, സ്റ്റീവിയ സസ്യത്തിൻ്റെതാണ്, കുഴപ്പമില്ല. പക്ഷേ വളരെ കൂടുതൽ പ്രോസസ്സിംഗ് നടത്തി ഫാക്ടറികളിൽ, ലാബുകളിൽ കൃത്രിമമായിട്ടെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നവയും ഇതിലുണ്ട്. ഇനി ഷുഗർ ആൽക്കഹോൾസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, കൃത്രിമ മധുരങ്ങൾ എന്നുള്ളതിൽ, അതിലാകുമ്പോ അല്പം വ്യത്യാസമുണ്ട്. ലോ കാർബ് എന്ന് പറയാൻ സാധിക്കില്ല. ഷുഗർ ആൽക്കഹോളിക്സ് എന്ന് പറയുന്നതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അത് ലാബിൽ നിന്നും ഉണ്ടാക്കാം, ചെടികളിൽ നിന്നും എടുക്കാം. ചെടികളിൽ നിന്നുള്ളതാണെങ്കിൽ പോലും വലിയ പ്രോസസ്സുകൾ നടത്തി വിഷമാറ്റം വരുന്നത് തന്നെയാണ്. ഏതാണ്ട് 7 തരങ്ങളിലുള്ള ഷുഗർ ആൽക്കഹോൾസ് ആണ് മാർക്കറ്റിലുള്ളത്. എറിത്രിറ്റോൾ, ഐസോമാൾട്ട്, ലാക്റ്റിറ്റോൾ, മാർട്ടിറ്റോൾ, മാനിറ്റോൾ, സോർബിറ്റോൾ, സൈലിറ്റോൾ. ഇവയ്ക്ക് പഞ്ചസാരയേക്കാൾ അങ്ങനെ കൂടിയ മധുരമൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഹൈ ഇന്റൻസിറ്റി ഷുഗർ എന്ന് പറയാൻ സാധിക്കില്ല. അല്പം കലോറി ഉണ്ട്. എന്നിരുന്നാലും ഷുഗർ ഫ്രീ, ഡയബറ്റിക് ഫ്രണ്ട്ലി, ലോ കാർബ് എന്നൊക്കെ എഴുതി കളയും. പിന്നീടാണ് നമ്മുടെ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്ന പഞ്ചസാര വരുന്നത്. പഞ്ചസാരയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ഈ ഹൈ ഇന്റൻസിറ്റി സ്വീറ്റ്നേഴ്സ് ആയാലും ഷുഗർ ആൽക്കഹോൾസ് ആയാലും എന്താണ് അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ച് അല്പം ഒന്ന് പറയട്ടെ. സാക്കറിനുണ്ട്. നമ്മുടെ നാട്ടിലെ മധുര പദാർത്ഥങ്ങളിൽ, കച്ചവട മധുര പദാർത്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് സാക്കറിൻ സാധനങ്ങളാണ്. പ്രത്യേകിച്ച് പല കടകളിലെയും ഷുഗർ സിറപ്പുകൾ, നാരങ്ങ വെള്ളത്തിന് കലക്കി വയ്ക്കുന്നത്, അങ്ങനെ തുടങ്ങി ബേക്കറികളിൽ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള നിരവധി സാധനങ്ങളിൽ സാക്കറിൻ ചേർക്കുന്നു. അമേരിക്കയിലെ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനങ്ങളിൽ സാക്കറിൻ എലികളിൽ ക്യാൻസർ ഉണ്ടാക്കുന്നതായി കണ്ടുപിടിച്ചു. ബ്ലാഡർ ക്യാൻസറാണ് എലികളിൽ ഉണ്ടാകുന്നത്. പക്ഷേ മനുഷ്യരിൽ അത് തെളിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാരണം വെച്ചുകൊണ്ട് 1981 ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയിൽ സാക്കറിന് അനുവാദം നൽകിയത്. 2005 എലികളിൽ ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ള പഠനങ്ങൾ തെളിഞ്ഞു. ലിംഫോമയും ബ്ലഡ് ക്യാൻസറുമാണ് സാക്കറിൻ ചേർന്ന സാധനങ്ങൾ കഴിച്ച എലികൾക്ക് ക്യാൻസർ ആയിട്ടുണ്ടായത്. പക്ഷേ 2005 ആ പഠനം ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടി FDA നിരസിച്ചു. കൃത്യമായി തെളിവില്ലാതെ നമുക്കൊരു വ്യവസായത്തെ തളർത്താൻ പറ്റില്ലല്ലോ. ജനങ്ങൾ തിന്നട്ടെ, കണ്ടുപിടിക്കുന്നവരെ തിന്നട്ടെ. 2006 ക്യാൻസർ എപ്പിഡമോളജി, ബയോമാർക്കേഴ്സ് ആൻഡ് പ്രിവെൻഷൻ, ആ ഒരു പ്രസിദ്ധീകരണത്തിൽ മറ്റൊരു പഠനം വന്നു. 5 ലക്ഷം പേരിൽ നടത്തിയ പഠനമാണ്. മനുഷ്യരിലും സാക്കറിൻ ക്യാൻസർ ഉണ്ടാക്കുമെന്നായിരുന്നു. 2013 ഫുഡ് ആൻഡ് കെമിക്കൽ ടോക്സിസിറ്റി, ചില പഠനങ്ങളിൽ ക്യാൻസർ ഉണ്ടാകുമെന്നുള്ളത് വീണ്ടും തെളിഞ്ഞതായി റിപ്പോർട്ട് ചെയ്തു. അത് പല പഠനങ്ങളുടെ റിവ്യൂ ആണ് അതിൽ പ്രസിദ്ധീകരിച്ചത്. എന്നിട്ടും സാക്കറിന് നിരോധനമില്ല
വേണ്ടത്ര തെളിവുകളായിട്ടില്ല. നിങ്ങൾ കുറെ കൂടെ കഴുകി, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടായാൽ ഞങ്ങൾ പഠിച്ചിട്ട് പറയാം. 2023 ഏതാണ്ട് 10 കൊല്ലം കഴിഞ്ഞ് ഫ്രാൻസിൽ ഒരു പഠനം നടന്നു. 8 വർഷം നീണ്ടുനിന്ന പഠനം. 1,2865 പേരിലാണ് പഠനം നടത്തിയത്. സാക്കറിൻ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഹൈ റിസ്കിലാണ് എന്നവർ കണ്ടെത്തി. ഇപ്പോഴും സാക്കറിൻ എല്ലാ ഭക്ഷണ സാധനങ്ങളിലും ചേർത്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനടിയൊന്നും ക്യാൻസർ ഉണ്ടാവാത്തത് കൊണ്ട്, വളരെ വൈകി ഉണ്ടാകുമ്പോൾ അത് ഇതുകൊണ്ടാണ് എന്നങ്ങോട്ട് തെളിയിക്കാൻ പ്രയാസമുണ്ട്. വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. സുക്രലോസ് എന്ന് പറയുന്ന മധുരം 1999 FDA അനുവാദം നൽകിയത്. 110 പഠനങ്ങളിൽ സുക്രലോസ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് തെളിയിച്ചു. 110 പഠനങ്ങൾ നടത്തിയിട്ടാണ് അനുവദിച്ചത്. പക്ഷെ 2016 എലികളിൽ നടത്തിയ പഠനങ്ങളിൽ സുക്രലോസ് ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് തെളിഞ്ഞു. ബ്ലഡ് ക്യാൻസറാണ് ഉണ്ടാക്കുന്നത്. 2005 ഒരു കുഴപ്പമില്ല എന്ന് റിപ്പോർട്ട് നൽകിയ അതേ ലാബാണ്, അതേ ലാബോറട്ടറിയാണ് 2016 ഇത് ബ്ലഡ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് കണ്ടുപിടിച്ചത്. അപ്പോഴും ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ FDA ചില അപാകതകൾ ചൂണ്ടിക്കാട്ടി പറഞ്ഞു ഈ പഠനം ശരിയായിട്ടില്ല. ദിവസവും കഴിക്കാവുന്ന ഒരു അളവുണ്ട്, ആ അളവിൽ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് FDA പറഞ്ഞു. FDAയുടെ കുട്ടികളല്ലല്ലോ കഴിക്കണത്, നിങ്ങളുടെ കുട്ടികളല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ റിസർച്ച് വിങ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ഒരു ലിസ്റ്റ് ഇടുന്നുണ്ട്. 4 ഗ്രൂപ്പുകളാണ് അതിലുള്ളത്. ആ ഗ്രൂപ്പ് പ്രകാരം മനുഷ്യരിൽ ഒരുപക്ഷേ ക്യാൻസർ ഉണ്ടാക്കാനിടയുള്ള സാധനമാണ് സുക്രലോസ് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്യാൻസർ ലിസ്റ്റ് IARC എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് നോക്കിയാൽ അതിലെ പോസിബിളി ക്യാൻസറോജനിക് ടു ഹ്യൂമൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ സുക്രലോസിനെ കാണാൻ സാധിക്കും. എല്ലാറ്റിനെയും കുറിച്ച് പറഞ്ഞ് ഇത് വല്ലാതെ അങ്ങ് നീണ്ടുപോയാൽ ശരിയാവില്ലല്ലോ. സാമ്പിൾ 2 പോരെ. അവരുടെ കുട്ടികളല്ലല്ലോ കഴിക്കുന്നത്, അവരല്ലോ കഴിക്കുന്നത്, നിങ്ങളല്ലേ. അതുകൊണ്ട് പഠനമൊക്കെ നടക്കട്ടെ. 5-10 കൊല്ലം കഴിഞ്ഞ് വേറെ ഒരെണ്ണം കണ്ടുപിടിക്കുമ്പോൾ ഞങ്ങളിത് ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് നിരോധിച്ചോളാം. തിന്നുന്നത് നിങ്ങൾ, തിന്നിട്ട് ക്യാൻസർ വരുന്നത് നിങ്ങൾക്ക്, അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് നല്ല കാശ്, അതിനെക്കുറിച്ചുള്ള റിസർച്ചിന് വേണ്ടി നല്ല കാശ് ഉണ്ട്. വ്യവസായങ്ങൾക്ക് മോശമുണ്ടാകുന്നതൊന്നും നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള കൃത്രിമ മധുരങ്ങളുടെ പുറകെ പോകുന്നില്ല, ഹൈ ഇൻറ്റൻസിറ്റി സ്വീറ്റ്നേഴ്സിൻ്റെ പുറകെ പോകുന്നില്ല, നിങ്ങൾ ഷുഗർ എന്നതിലാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ, ഈ പ്രമേഹം ഡയബറ്റിക് ഫ്രണ്ട്ലി, നോ ഷുഗർ, ലോ കാർബ് എന്നെല്ലാം പറയുന്നത് ഇങ്ങനെ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് എന്ന തരത്തിൽ നിൽക്കുമ്പോൾ, പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിലോ, സകല വീടുകളിലും ഉള്ളതാണ് പഞ്ചസാര. എന്താണ് പഞ്ചസാരയുടെ തുടർന്നുള്ള ഫലങ്ങൾ? കുട്ടികളാണ് പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ പല്ല് പെട്ടെന്ന് തന്നെ കേടുവരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പല്ല് പുഴു തിന്നു എന്ന് പറയും. പുഴുവല്ല തിന്നുന്നത്, പല്ലിൻ്റെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ട് ശരീരത്തിലെ കാൽഷ്യം, ഫോസ്ഫറസ്, ബി കോംപ്ലക്സ് എല്ലാം വലിച്ചെടുത്താൽ മാത്രം ദഹിക്കാൻ കഴിയുന്ന ഒന്നാണ് പഞ്ചസാര. പഞ്ചസാര സ്ഥിരമായി കഴിക്കുന്നവരിൽ ബ്ലഡ് പ്രഷർ കൂടാൻ അത് ഇടയാക്കും, പ്രമേഹത്തിന് കാരണമാകും. ഓരോ തരി പഞ്ചസാര അകത്ത് എന്നാൽ ശരീരം അതിനെതിരെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, നീർക്കെട്ടുണ്ടാക്കും. അതിൽ നിന്നാണ് എല്ലാ രോഗങ്ങളും പിറവിയെടുക്കുന്നത്. ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാത്ത ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡും ഡ്രിങ്കും കഴിക്കാൻ ബാധ്യസ്ഥരായ നിങ്ങൾ നാവിൻ്റെ രുചിയോർത്ത് കൊതിയുണ്ട് ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഉള്ളിലേക്കിടുമ്പോൾ കാലക്രമേണ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ രോഗികളാകുന്നു.
ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് തിരിച്ച് ചാടി രക്ഷപ്പെടാനും സാധിക്കില്ല. അതിനും നിങ്ങൾ മരുന്നിനാ നടക്കുക, കൂടുതൽ ഗതികേടിലേക്ക് വീഴും. തൂക്കം കൂടാൻ, ഫാറ്റി ലിവർ ഉണ്ടാവാൻ നിങ്ങൾ ഈ കൃത്രിമ മധുരങ്ങൾ, പഞ്ചസാരയെല്ലാം ഒന്ന് മാറ്റിവെച്ച് നോക്ക്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള മധുരങ്ങൾക്ക്, ഇംഗ്ലീഷ് മരുന്നിന്, മദ്യപാനത്തിന്, തവിട് കളഞ്ഞ ചോറിന്, മൈദയ്ക്ക്, തെറ്റായ എണ്ണകൾക്ക് ഒക്കെ വലിയൊരു പങ്കുണ്ട്. ഹൃദ്രോഗം, പക്ഷാഘാതം, സ്ട്രോക്ക്, ഇതെല്ലാമാണ് പഞ്ചസാര മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റൊരു കുഴപ്പം വേറെ കിടക്കുകയാണ്, ഡിപ്രഷൻ, വിഷാദം. പിന്നീട് മുഖക്കുരുവും കൂടി ഉണ്ടാക്കും കേട്ടോ. പഞ്ചസാര കൂടുതലായി കഴിച്ചാൽ മുഖക്കുരു, ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച്. അപ്പോൾ വിഷാദ രോഗം, പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ പഞ്ചസാരയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പഞ്ചസാര നിങ്ങളുടെ വയറിൽ ഗട്ട് ബാക്ടീരിയകൾക്ക് ഒട്ടും ഇഷ്ടമുള്ളൊരു സാധനമല്ല. ആ ഗട്ട് ബാക്ടീരിയകൾ ദുർബലരായി കഴിഞ്ഞാൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും. പഞ്ചസാര കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല എനർജി അങ്ങ് കിട്ടും. പക്ഷേ അതേ തുടർന്ന് നിങ്ങൾ കൂടുതൽ ക്ഷീണത്തിലേക്ക്, കടുത്ത ക്ഷീണത്തിലേക്ക് വീഴും. കാരണം പഞ്ചസാര നിങ്ങൾക്ക് എനർജി തന്നതല്ല. പഞ്ചസാര ഒരു വിഷസാധനമായതുകൊണ്ട് വിശ്രമത്തിലേക്ക് പോയ ശരീരത്തിലെ അവയവങ്ങൾ ചാടി എഴുന്നേറ്റ് കൂടുതൽ ഊർജം ചെലവാക്കി ആ വിഷത്തെ നിർവീര്യമാക്കാൻ നോക്കിയതാണ്. അതാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ട എനർജി. അങ്ങനെ എനർജി കൂടുതൽ ചെലവാക്കേണ്ടത് വരുമ്പോൾ ശരീരം കൂടുതൽ ക്ഷീണത്തിലേക്കാണ് വീഴുക. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. പഞ്ചസാരയുടെ ഉപയോഗം നിങ്ങളുടെ ത്വക്കിൻ്റെ പ്രായാധിക്യത്തെ ബാധിക്കുന്നു. നിങ്ങളുടെ യുവത്വം കെടുത്തിക്കളയുന്ന, നിങ്ങളുടെ ശരീരത്തിൻ്റെ തേജസ് കുറയ്ക്കുന്ന ഒരു സാധനമാണ് പഞ്ചസാര. ഒപ്പം നിങ്ങളുടെ സ്കിൻ ഏജിങ് കൂട്ടുന്നു. ഒപ്പം സെൽ ഏജിങ്, സെല്ലുലാർ ഏജിങ് കൂടെ കൂട്ടിയെടുക്കുന്നുണ്ട്. ത്വക്കിലെ കോശങ്ങൾ 30 തുടങ്ങി 40 ദിവസം ജീവിക്കണം. പക്ഷെ പഞ്ചസാര അത്രയും ദിവസം ജീവിക്കാൻ ത്വക്കിലെ കോശങ്ങളെ സമ്മതിക്കില്ല. ചുവന്ന രക്താണുക്കൾ 120 ദിവസം ജീവിക്കണം. പക്ഷെ പഞ്ചസാര നന്നായിട്ട് കഴിക്കുന്നവരിൽ 120 ദിവസം വരെ എത്താൻ ആ കോശങ്ങൾക്ക് സാധിക്കില്ല. സെല്ലുലാർ ഏജിങ് കൂട്ടും. അതിനനുസരിച്ച് വാർദ്ധക്യത്തിൻ്റെ, സെല്ലുലാർ വാർദ്ധക്യത്തിൻ്റെ, ത്വക്കിലെ വാർദ്ധക്യത്തിൻ്റെ എല്ലാം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും. അതിന് പോയി കുറെ കൂടെ കെമിക്കൽ ക്രീം പുരട്ടുന്ന വിഡ്ഢിത്തങ്ങളാണ് നമ്മുടെ ആളുകൾ, ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തലച്ചോറിന് ഒട്ടും നല്ലതല്ല. വിശ്രമത്തിന് പകരം കൃത്രിമമായ ഉത്തേജനം കിട്ടുന്ന, സ്റ്റിമുലേഷൻ സാധ്യമാക്കുന്ന പഞ്ചസാര ചേർന്ന സാധനങ്ങളുടെ ഉപയോഗം, അതിലൊരു അഡിക്ഷൻ കൂടെ ശരീരത്തിന് വരും, തലച്ചോറിന് വരും. അതുകൊണ്ട് ചോക്ലേറ്റ് തിന്നുന്ന കുട്ടികൾക്ക് ചോക്ലേറ്റ് തിന്നുകൊണ്ടേയിരിക്കണം. ഐസ്ക്രീം കഴിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം കിട്ടണം. മധുരം എന്തെങ്കിലും ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു ഉന്മേഷം. അത് ടോക്സിക് ഇൻഫ്ലുവൻസിൻ്റെതാണ്, പോഷകങ്ങളുടേതല്ല. പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. ചെയ്യരുത്. തലച്ചോറിന് നിരന്തരമായിട്ടുള്ള പഞ്ചസാരയുടെ ഉത്തേജിപ്പിക്കൽ മറവിയിലേക്ക്, ഡിമെൻഷ്യയിലേക്ക്, അൽസൈമേഴ്സിലേക്കെല്ലാം നിങ്ങളെ പതുക്കെ കൊണ്ടുപോയി എത്തിക്കും. അതുകൊണ്ടാണ് പഞ്ചസാര ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം, ചില ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമൊക്കെയാണ് ഇത്തരം മറവി രോഗങ്ങൾ, തലച്ചോറ് സംബന്ധിയായ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകി വരുന്നത്. ഗൗട്ടിന് കാരണമാവാം, അസ്ഥിക്ഷയത്തിന്, സകലരുടെയും മുട്ടുമാറ്റി വയ്ക്കുന്നു, അരക്കെട്ട് മാറ്റി വയ്ക്കുന്നു, നട്ടെല്ല് മാറ്റി വയ്ക്കുന്നു, ആളെ തന്നെ മാറ്റി വയ്ക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ അസ്ഥിയുടെ കേടുകൾക്ക് പഞ്ചസാര വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് മധുരം ഇഷ്ടമാണ്, മധുരം വേണം, എങ്കിലെന്ത് ചെയ്യാം? ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് മധുരത്തെ എങ്ങനെ ഉപയോഗിക്കാം? സത്യത്തിൽ മധുരത്തെ പോലെ മധുരതരമാർന്നൊരു മധുരം വേറെ എന്താണുള്ളത്? മധുരം നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്.
എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ആ മധുരം, ആരോഗ്യകരമായ മധുരം, പ്രകൃതി തരുന്ന മധുരങ്ങളാണ്. പഴങ്ങളിലെ മധുരം, പച്ചക്കറികളിലെ മധുരം, ധാന്യങ്ങളിലെ മധുരം. ആ മധുരത്തിൽ ഒതുങ്ങാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നാവിലെ രുചി മുകുളങ്ങൾക്ക്, ടേസ്റ്റ് ബഡ്സിന് ആ മധുരങ്ങളാണ് ചേരുക, ഇഷ്ടമാവുക. പക്ഷെ വളരെ കൂടിയ മധുരം, സാക്കറിനും അസ്പർട്ടേമും പഞ്ചസാരയുമെല്ലാം വന്നു വീണ് ചെറിയ മധുരങ്ങൾ, ആരോഗ്യകരമായ മധുരങ്ങൾ മനസ്സിലാവാത്തൊരവസ്ഥ രുചിമുകുളങ്ങൾക്ക് വന്നിട്ടുണ്ട്. ചെറിയ വെളിച്ചത്തിൽ നിന്ന് വലിയ വെളിച്ചം കണ്ട് പിന്നെ ചെറിയ വെളിച്ചം കണ്ണിന് പറ്റാതെ വരുന്നത് പോലുള്ളൊരവസ്ഥ നാവിലെ രുചിമുകുളങ്ങൾക്കും വരുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം പഴം കഴിക്കുന്നോ, വയറ് നിറച്ച് ഈന്തപ്പഴവും ചക്കപ്പഴവും മാമ്പഴവും സപ്പോട്ടയും ഏതെല്ലാം മധുരപഴങ്ങളുണ്ടോ ഒക്കെ കഴിച്ചോ, വയറ് നിറച്ച് കഴിച്ചോളൂ. നിങ്ങൾക്ക് പ്രമേഹം വരില്ല, നിങ്ങൾ രോഗിയാവില്ല. ആനന്ദിച്ചു മധുരം കഴിച്ചോളൂ. പഴങ്ങളിലെ മധുരം, പച്ചക്കറികളിലെ മധുരം, കാരറ്റിലെ മധുരം, മധുരക്കിഴങ്ങിലെ ഒന്നും നിങ്ങൾക്ക് അപകടം ഉണ്ടാക്കില്ല. പ്രമേഹമൊക്കെ വളരെ കൂടി നിൽക്കുന്ന ആളുകൾ മറ്റെല്ലാം കഴിച്ച് കൂമ്പിന് വളം വെക്കുന്നത് പോലെ ചെയ്താൽ കാര്യമില്ല. അവർ നേച്ചർ ലൈഫിൽ വന്ന് ഒരു 2 ആഴ്ച തങ്ങിയതിന് ശേഷം ഞങ്ങൾ വയറ് നിറച്ച് പഴം കൊടുത്തിട്ടാണല്ലോ പ്രമേഹ രോഗികളെ പറഞ്ഞു വിടുന്നത്. ഒരു 5-10% ആളുകളിൽ മാത്രമാണ് കുറെ കൂടെ സമയം കഴിഞ്ഞ് മാത്രം മധുരപഴങ്ങളിലേക്ക് കയറേണ്ട രീതിയിൽ പാൻക്രിയാസ് മോശമാകുന്നത്. സസ്യങ്ങൾ തരുന്ന ഈ മധുരത്തിൽ നല്ലവണ്ണം ഫൈബർ ഉണ്ട്. നിങ്ങൾക്ക് മലബന്ധം പിടിക്കില്ല. നിങ്ങളുടെ ഗട്ട് ബാക്ടീരിയകൾക്ക് ആവശ്യമായ ഭക്ഷണം അതിൽ നിന്ന് കിട്ടും. എസൻഷ്യൽ മിനറൽസ്, നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ധാതു ലവണങ്ങൾ, പോഷകങ്ങൾ, ആൻറ്റി ഓക്സിഡൻസ്. വേറെ എന്തിലാണ് സുഹൃത്തുക്കളെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത്? റെഡ് മീറ്റ്, ഇറച്ചി വർഗ്ഗങ്ങൾ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ലിസ്റ്റിൽ കിടക്കുകയാണ്. അതിലൊരു പഴവും ഇല്ല, ഒരു പച്ചക്കറിയും ഇല്ല, ഒരു ധാന്യവുമില്ല. എന്നു മാത്രമല്ല, പഴങ്ങളും പച്ചക്കറികളുമെല്ലാം ആൻറ്റി ഓക്സിഡൻസ് നിറഞ്ഞതാണ്. ക്യാൻസറിനെ ചെറുക്കുന്നതാണ്, ക്യാൻസറിനെ ഇല്ലാതാക്കുന്നതാണ്. അതൊട്ടും കഴിക്കാതെ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരുന്നിട്ട് ക്യാൻസറിൻ്റെ ചികിത്സ അന്വേഷിച്ച് നടക്കുന്ന വിവരക്കേട് ഇനിയെങ്കിലും നാം അവസാനിപ്പിക്കണം. നമ്മുടെ കുട്ടികളെയെങ്കിലും എന്തിനാണ് ആ വഴിക്ക് നയിക്കുന്നത്? അവരോടെങ്കിലും അല്പം ദയവ് കാണിച്ചുകൂടെ? അതുകൊണ്ട് വിവേകത്തോടെ കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മുടെ ചുറ്റും കച്ചവടക്കാരിങ്ങനെ വർണ്ണപ്പകിട്ടാർന്ന വെളിച്ചമെല്ലാം വെച്ച് അലങ്കരിച്ച്, പല നിറങ്ങളിൽ അലങ്കരിച്ച്, നമ്മെ ആകർഷിപ്പിക്കുന്ന പരസ്യങ്ങളിലൂടെ കൊതിപ്പിച്ച് സാത്താന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. ആദ്യം നിങ്ങൾ രക്ഷപ്പെടുക, പിന്നെ നിങ്ങളുടെ കുട്ടികളെ രക്ഷപ്പെടുത്തുക. നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ കുട്ടികൾ രക്ഷപ്പെടാനാവാത്ത ഒരു കെണിയാണ് പരസ്യക്കാർ, കച്ചവടക്കാർ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കഴിയുന്നത് നിങ്ങൾ പോകാതിരിക്കുക. കുട്ടികളെ പറഞ്ഞു നിരന്തരമായി പറഞ്ഞ് കാര്യങ്ങൾ പഠിപ്പിക്കുക. ഇതേപോലുള്ള കാര്യങ്ങളുടെ ശാസ്ത്രീയ ഭാഗങ്ങൾ കുട്ടികളെ കേൾപ്പിക്കുക. അങ്ങനെ മധുരക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രകൃതിദത്തമായ മധുരങ്ങളിലേക്ക് ജീവിതത്തെ തിരികെ പിടിക്കാൻ, ജീവിതത്തിൻ്റെ മധുരം നഷ്ടപ്പെടാതിരിക്കാൻ, ജീവിതത്തിൻ്റെ മധുരത്തിന് പകരം വൈരൂപ്യത്തിൻ്റെ, കയ്പിൻ്റെ, ക്യാൻസറും പ്രമേഹവും ഹൃദ്രോഗവും ആർത്രൈറ്റിസും ഒന്നും വരാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. കഴിയുന്നത്ര ഷെയർ ചെയ്യണം. ജീവിതം രക്ഷിക്കാൻ, പലരുടെയും ജീവിതത്തെ രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഷെയർ ചെയ്യുക, കമൻറ്റുകൾ എഴുതുക. നന്ദി, നമസ്കാരം.